ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഈ രീതിയിൽ ഹഗ്ഗായിയുടെ പുസ്തകം ക്രമമായിട്ട് പഠിക്കുന്ന ഒരു അവസരം ദൈവം നൽകി. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഹഗ്ഗായിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 9 വാക്യം വരെ നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാം. ഹഗ്ഗായി ചാപ്റ്റർ 2 വേഴ്സ് 1-9. ഈ ഭാഗം നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. There are 3 things that I just want to give as a trivia before we begin this chapter. ഈ 9 വാക്യങ്ങളും നടക്കുന്നത് ദാര്യാവേശ് രാജാവിൻ്റെ വാഴ്ചയുടെ 2-ാമത്തെ ആണ്ടിൻ്റെ 7-ാമത്തെ മാസത്തിൻ്റെ 21-ാമത്തെ ദിവസത്തിലാണ്. അത് ആദ്യത്തെ വാക്യത്തിൽ വ്യക്തമാണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ അധ്യായവും ഈ അധ്യായത്തിൻ്റെ ആരംഭവും തമ്മിൽ 1 മാസവും 20 ദിവസത്തെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഈ 9 വാക്യങ്ങളിലും നമ്മൾ കാണുന്നത് ഗോഡ് പ്രോമിസിങ് ഹിസ് ഗ്ലോറി ഇൻ ദ ന്യൂ ഹൗസ്. ദൈവത്തിനായിട്ട് പണിയപ്പെടുന്ന ഈ പുതിയ മന്ദിരത്തിൽ ദൈവം തൻ്റെ മഹത്വത്തെ വാഗ്ദത്തം ചെയ്യുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വത്തെ പറ്റി ദൈവം സംസാരിക്കുന്നതിലൂടെയാണ്. God is talking about His glory at the beginning and the end of this section. 1-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ നേരത്തെ തന്നെ ദൈവം തൻ്റെ മഹത്വത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് താൻ ഇവിടെയും അത് ആവർത്തിക്കുന്നു. This concept of God getting the glory from the rebuilding of the temple is already mentioned in 1 verse 8. ഇനി ഈ ഭാഗത്ത് ദൈവം ഹഗ്ഗായിലൂടെ ആരോടൊക്കെയാണ് സംസാരിക്കുന്നത്? നമുക്ക് 2-ാമത്തെ വാക്യത്തിൽ വ്യക്തമാണ്. യഹൂദയിലെ നാടുവാഴിയായ സെറുബ്ബാബേൽ, അതായത് ശെൽത്തിയലിൻ്റെ മകനായ സെറുബ്ബാബേലിനോടും മഹാപുരോഹിതനായ യോശുവ അദ്ദേഹത്തോടും പിന്നെ ശേഷിച്ച ജനത്തോടും അവരോടാണ് ഈ ഭാഗം സംസാരിക്കുന്നത്. ഈ പാസേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ 1-ാമത്തെ അധ്യായം അവസാനിപ്പിച്ചപ്പോൾ കണ്ടത് ഇതാണ്: ദ പീപ്പിൾ റെസ്പോണ്ടഡ് പോസിറ്റീവ്ലി to the words of Haggai and Zechariah. ഹഗ്ഗായിയുടെയും സക്രിയാവിൻ്റെയും വചനം കേട്ട് ശരിയായ രീതിയിൽ പ്രതികരിച്ച് അവർ ഈ മന്ദിരം പുനർനിർമ്മാണം ചെയ്യുന്നു. They started to rebuild. ഇത് ചെയ്തപ്പോൾ എന്താണ് അതിൻ്റെ റിപ്ലൈ ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് നടന്നതെന്നുള്ളത് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് എസ്രായുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് ചെന്നാൽ നമുക്കത് മനസ്സിലാവും. എസ്രായുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം കിട്ടിയിരുന്ന് വായിക്കണേ. ഓക്കെ, ഇതെപ്പോഴാണ്? ആ സമയത്ത് എന്ന് പറഞ്ഞാൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ഹഗ്ഗായിയുടെയും സക്രിയാവിൻ്റെയും ശുശ്രൂഷ നടന്നതിന് ശേഷം ഇവർ ഈ നിർമ്മാണം ആരംഭിച്ചു. അപ്പോഴാണ് ഇത് നടക്കുന്നത്. തത്തനായി, അതായത് നദിക്ക് അക്കരെയുള്ള പ്രവിശ്യയുടെ നാടുവാഴിയായ തത്തനയും ശെത്താർ ബോസനെയും വന്ന് നിങ്ങളോട് ആരാണ് ഈ പണി പിന്നെയും തുടങ്ങാൻ പറഞ്ഞത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. എന്നാൽ നമ്മളിവിടെ കാണുന്നത് ഗോഡ്സ് പ്രൊട്ടക്ഷൻ വാസ് ഓൺ ജൂഡ. ദൈവത്തിൻ്റെ സുരക്ഷ യഹൂദദേശത്തിന് ചുറ്റും ഉണ്ടായിരുന്നു. ദാര്യാവേശ് രാജാവിൻ്റെ അടുക്കൽ ഒരു റിപ്പോർട്ട് ചെല്ലാനും അവിടുന്ന് ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു മറുപടി വരുവാനും ഉള്ള സമയത്തിൻ്റെ ഉള്ളിൽ ഈ യഹൂദ ദേശത്തിലെ ഒരാൾക്കും ഒന്നും സംഭവിച്ചില്ല. ദൈവം അവരെ സുരക്ഷിതരായിട്ട് പരിപാലിച്ചു. എസ്രയുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഈ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ദാര്യാവേശ് രാജാവിന് ഒരു കത്ത് അയക്കുന്നു എന്നുള്ളതാണ്. ആ കത്തിൻ്റെ ഉള്ളടക്കം ചുരുക്കത്തിൽ ഞാനൊന്ന് പറയാം. ദാര്യാവേശിനോട് ചോദിക്കുകയാണ്, കോരേശ് രാജാവ് സത്യമായിട്ടും ഈ ഭവനം പുനർനിർമ്മാണം ചെയ്യാനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ടോ
എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു കത്ത് ദാര്യാവേശ് രാജാവിന് ഇവർ അയച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? 5-ാമത്തെ അധ്യായത്തിൻ്റെ, അതായത് എസ്രാ 5-ാമത്തെ അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇവർ കൊടുത്ത ഉത്തരത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. എസ്രാ 5-ന്റെ 11 മുതൽ 16 വരെ ഒരു ചരിത്രമാണ് പറയുന്നത്. എന്താണെന്ന് വായിക്കാമോ? 5-ന്റെ 11 മുതൽ 16 വരെ വായിച്ചാൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഉത്തരം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കത്തയച്ചിട്ട് ഇതെല്ലാം ശരിയാണെന്ന് ദാര്യാവേശിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ കത്തയച്ചപ്പോൾ ഈ യെരുശലേമിലെ ആൾക്കാർക്കൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം അവർ നേരത്തെ ഈ പണി ആരംഭിച്ചു, അടിസ്ഥാനമിട്ടു. പിന്നീട് ഇതിനു മുമ്പുണ്ടായിരുന്ന രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം ആ പണി നിർത്തിവെച്ചു. 16 വർഷം അവർ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ അവരുടെ പേടി ഇനിയും തുടങ്ങുമ്പോൾ പിന്നെയും ഒരു ഉത്തരവ്, ഇത് നിർത്താൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഉത്തരവ് വരുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. നൗ ലെറ്റ് us look back to ഹഗ്ഗായി. ഹഗ്ഗായി 2-ലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ ഭാഗത്ത് ഉള്ള വിഷയങ്ങൾ ഓരോ പാസേജിൻ്റെയും ഹെഡിങ്സ് ആയിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് ടോപ്പിക്, പെർഫെക്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ ബൈ ഗോഡ് ടു ഫേസ് തിങ്സ് ദാറ്റ് derail the obedience to God that results in God's glory. ദൈവത്തോടുള്ള ഇവരുടെ അനുസരണം കലാശിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിലാണ്. ആ അനുസരണത്തിൻ്റെ താളം തെറ്റിക്കുവാൻ പല കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പല കാര്യങ്ങൾ ഇവരുടെ അനുസരണത്തിൻ്റെ താളം തെറ്റിക്കുവാൻ വരുമ്പോൾ ആ കാര്യങ്ങളെ ഫേസ് ചെയ്യണം ദൈവത്തിൻ്റെ ജനം. അത് ഫേസ് ചെയ്യുമ്പോൾ അതിനുള്ള ഒരുക്കം ദൈവം കൊടുക്കണം. ആ ഒരുക്കം പൂർണ്ണതയുള്ളതാണ്. ഇറ്റ്സ് എ പെർഫെക്റ്റ് പ്രിപ്പറേഷൻ. ഇത്രയുമാണ് നമ്മൾ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നമുക്ക് തിരിച്ച് ഹഗ്ഗായിയുടെ 2-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന് വായിച്ചാലേ, വായിച്ചോളൂ. 7-ാം മാസം 21-ാം തീയതി ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായിരുന്നെന്നാൽ, നീ യഹൂദാ ദേശാധിപതിയായി ശെയൽത്തീയേലിന്റെ മകനായ സെരുബ്ബാബേലിനോടും മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയോടും ജനത്തിൽ ശേഷിപ്പുള്ളവരോടും പറയേണ്ടതെന്നാൽ, നിങ്ങളിൽ ഈ ആലയത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ഇപ്പോഴോ? മതി. അപ്പം നമ്മൾ 3 വാക്യമാണ് വായിച്ചത്. ഇവിടെ എല്ലാ ജനത്തോടും, പ്രത്യേകിച്ച് അവരുടെ മത നേതാക്കന്മാരോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും 3 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെയും ആവർത്തിച്ച് വരുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു വാക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്ലോറി എന്നുള്ള വാക്കാണ്. The word glory here refers to the splendor and presence of God's glory. ദൈവത്തിൻ്റെ മഹത്വം, അല്ലെങ്കിൽ മഹത്വം എന്നുള്ള വാക്ക് ഇവിടെ ഉദ്ദേശിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യവും അതിൻ്റെ ശ്രേഷ്ഠതയുമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മനോഹാരിതയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. The first question seeks to address a section of the people who were priests, Levites and heads of the fathers' households. പുരോഹിതന്മാരോടും ലേവ്യരോടും പിതാക്കന്മാരുടെ
ഭവനങ്ങളിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ മുതിർന്നവരോടുള്ള ചോദ്യമാണ് നമ്മളിവിടെ ഈ ഭാഗത്ത് കാണുന്നത്. ദീസ് വർ ഓൾഡ് മെൻ ആൻഡ് ഹാഡ് സീൻ ദ ഫസ്റ്റ് ഹൗസ് ഓഫ് യാഹ്വേ. തിരിച്ച് നമ്മൾ എസ്രായുടെ പുസ്തകം അവിടെ പോണ്ട, പക്ഷെ അവിടെ ഇത് നമ്മൾ കാണും. എസ്രായുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പഴയ ദേവാലയം കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശം ഒരു 80 വയസ്സിന് മുകളിലുള്ള ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ട്. കാരണം പ്രവാസം 70 വർഷമായിരുന്നല്ലോ. ആ പഴയ ദേവാലയം കാണാൻ ചുരുങ്ങിയതൊരു 10 വർഷത്തിൻ്റെ ആയുസെങ്കിലും നമുക്കൊന്ന് അനുമാനിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു 80 വയസ്സിനേക്കാൾ കൂടുതലുള്ള പ്രായമുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ അവരോടാണ് ചോദ്യം, നിങ്ങളത് കണ്ടിട്ടില്ലയോ? ഡിഡ്ന്റ് യു സീ ഇറ്റ് ദെൻ? Who among you remains who saw this house in its former glory? കഴിഞ്ഞുപോയ ആ ഭവനം അതിൻ്റെ പഴയ മഹത്വത്തിൽ കണ്ടവർ എത്ര പേരുണ്ട്? Now the second question to them is, how do you see it now? ഇപ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ നോക്കി കാണുന്നു? When the foundation work had begun in 536 BC, അതായത് എസ്രാ 3-ന്റെ 10-ലും 11-ലും ഈ ദേവാലയത്തിൻ്റെ അടിസ്ഥാനം പണിഞ്ഞപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ജനം പാടി യഹോവയെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്തു അത്യുച്ചത്തിൽ. They did this with a great shout. അപ്പോൾ പ്രവാസത്തിൽ ജനിച്ച് വളർന്ന ആൾക്കാർ സന്തോഷത്തോടെ ഇത് കണ്ട് ആഘോഷിക്കുമ്പോൾ പഴയ ഭവനം കണ്ടിട്ട് ഇത് കണ്ടപ്പോൾ മുതിർന്ന ആൾക്കാർ അവിടെ കരയുകയായിരുന്നു. So the old men were crying, the young men were happy. So Yahweh is asking them, the older folks, whether they have the same weeping now for this temple as they did before. 16 വർഷം മുമ്പ് അല്ലെങ്കിൽ 20 വർഷം മുമ്പ് ഈ ദേവാലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ നിങ്ങൾ കരഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ആ കരച്ചിലുണ്ടോ? ഡു യു ക്രൈ നൗ ആസ് യു ക്രൈഡ് ദെൻ? അതാണ് ഇപ്പോൾ ചോദിക്കുന്നത്. Then the third question tells us that this temple that would be rebuilt will be far inferior to Solomon's temple in terms of wealth and physical beauty. സമ്പത്തിൻ്റെ കാര്യത്തിലും ഭംഗിയുടെ കാര്യത്തിലും ശലോമോന്റെ ദേവാലയത്തേക്കാൾ താഴെയായിരിക്കും ഇനി ഈ പറയാൻ പോകുന്ന അല്ലെങ്കിൽ പണിയാൻ പോകുന്ന ഈ ദേവാലയം. Does it not seem nothing to your eyes? അപ്പോൾ ഇത്രയൊക്കെ ചോദിച്ചതിന് ശേഷം they are still afraid to progress in the building of the temple that results in God's glory. ഇതെല്ലാം ചോദിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു പഴയ ദേവാലയത്തിൻ്റെ മഹിമയുടെ അടുത്ത് വരില്ലെങ്കിൽ പോലും ദൈവത്തിന് മഹത്വം വരണമെങ്കിൽ ദേവാലയം വരണം. ദേവാലയത്തിൻ്റെ പണി പുരോഗമിക്കും തോറും തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ തടസ്സങ്ങളെ നിങ്ങൾ എന്തിനു ഭയക്കുന്നു? Why are you afraid of that? This lack of progress after laying the foundation of the temple for which they wept 16 years ago should make them aware of the absurdity that it shows. 16 വർഷം മുമ്പ് അല്ലെങ്കിൽ 20 വർഷം മുമ്പ് അവർ കരഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു ചിന്ത 20 വർഷത്തിന് ശേഷം വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അന്ന് അടിസ്ഥാനമില്ലായിരുന്നു, ഇന്ന് അടിസ്ഥാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങൾ കരുതില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇറ്റ് ഷുഡ് ഡിസ്റ്റർബ് ദം ഈവൻ നൗ സിൻസ് ദേ വെപ്റ്റ് ദെൻ. ഇറ്റ് ഷുഡ് ഡിസ്റ്റർബ് ദം നൗ. അന്ന് അവർ കരഞ്ഞെങ്കിൽ അവരിപ്പോഴും അതിനെ ചൊല്ലി ആകുലത ഉണ്ടാവണം. നൗ വി മൂവ് ടു വേഴ്സ് 4 to 8. 4-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെയുള്ള അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് തിരിയാം. Perfect response required by God from the people to things that threaten to derail their obedience to God. ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെ താളം തെറ്റിക്കുവാൻ പല കാര്യങ്ങളും അവർക്ക് ഭീഷണിയാകുന്നുണ്ട്. ആ ഭീഷണിയാകുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം ഇവരിൽ നിന്നും ആഗ്രഹിക്കുന്ന ശരിയായ പ്രതികരണം എന്താണ്? അതാണ് നമ്മളിവിടെ ഈ 4-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ കാണാൻ പോകുന്നത്. So in contrast to the weakness and fear that the people had at the face of this new challenge, Yahweh declares all the people, Zerubbabel, Joshua and all the people of the land, to do something. ബലഹീനതയുടെയും പേടിയുടെയും ഭയത്തിൻ്റെയും
ഒരു അന്തരീക്ഷം ഈ പുതിയ ഒരു വെല്ലുവിളിയുടെ മുഖത്ത് അവർ പ്രകടമാക്കുമ്പോൾ ജനത്തോട് എല്ലാവരോടും, പ്രത്യേകിച്ച് നേതാക്കന്മാരോടും പ്രായമുള്ളവരോടും യഹോവ ഒരു കാര്യം അരുളി ചെയ്യുന്നുണ്ട്. നോട്ടീസ് ഇൻ വേഴ്സ് 4 to 8 4 തവണയാണ് ഡിക്ലെയർസ് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ആജ്ഞാപിക്കുന്നു, അരുളി ചെയ്യുന്നു എന്നുള്ളത് 4-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ 4 തവണയാണ് വന്നിരിക്കുന്നത്. 4-ാമത്തെ വാക്യത്തിൽ 2 തവണ, 8-ാമത്തെയും 9-ാമത്തെയും വാക്യത്തിൽ ഓരോ തവണ വീതം. 4-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ ഇത് ആരിൽ നിന്നാണ് വരുന്നത്? 7 times. ഓക്കെ, 4 നിന്ന് 8 വരെ അല്ലേ? ഓക്കെ, 7 times. സോറി. ഈ വാക്കുകളെല്ലാം വരുന്നത് ആരിൽ നിന്നാണ്? ഫ്രം whom is this coming? These words come from the one who is in absolute authority over and above any human ruler. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും, മനുഷ്യരുണ്ടാക്കിയ നേതാക്കന്മാരെക്കാളും ശ്രേഷ്ഠനായിരിക്കുന്ന, സർവാധികാരിയായിരിക്കുന്ന യഹോവയിൽ നിന്നുമാണ് ഈ വാക്കുകൾ വരുന്നത്. So what did Yahweh declare to all these people? എന്താണ് ഇവിടെ ഒരു പ്രഖ്യാപനമായിട്ട് കൊടുക്കുന്നത്? 4-ാമത്തെയും 5-ാമത്തെയും വാക്യത്തിൽ, അല്ലെങ്കിൽ 4-ാമത്തെ വാക്യത്തിൽ ബി സ്ട്രോങ്, ശക്തിപ്പെടുക എന്നുള്ളത്. നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ആരോടൊക്കെയാണോ ഈ മെസ്സേജ് കൊടുക്കുന്നത് അവർക്ക് ഓരോരുത്തരായിട്ടുമാണ് ഈ സന്ദേശം പോകുന്നത്. ബി സ്ട്രോങ് സെറുബ്ബാബേൽ, ബി സ്ട്രോങ് ജോഷുവ, ബി സ്ട്രോങ് ഓൾ യു പീപ്പിൾ ഓഫ് ദ ലാൻഡ്. ഇവിടെ ആർക്കൊക്കെയാണോ ആ ഭയം ഉണ്ടാവുന്നത് അവരോടെല്ലാവരോടും വ്യക്തിപരമായിട്ടാണ് ദൈവം ഇടപെടുന്നത്. ആർ യു അഫ്രേഡ്? യു ബി സ്ട്രോങ്. നിനക്ക് ഭയമുണ്ടോ? യു ബി സ്ട്രോങ്. അങ്ങനെ ഒരു കോൺവെർസേഷനാണ് ഇവിടെ നടക്കുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ടു ഡിഗ് ഡീപ് ടു ഫൈൻഡ് ദെയർ സ്ട്രെങ്ത് ടു കണ്ടിന്യൂ ഡൂയിങ് ദ വർക്ക്. അവരുടെ പ്രയത്നം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എത്രത്തോളം ശക്തി വേണമോ അത് എന്താ പറയുക, ഒത്തിരി പ്രയത്നിച്ച് കുഴിച്ചെടുത്ത് അത് ആർജിക്കണം. ജിമ്മിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജിമ്മിൽ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുടെ ഓരോ റെപ്സും ആദ്യം ഈസിയായി, പിന്നെ അവസാനത്തെ ആ റെപ്പ് കൊണ്ടുവരുമ്പോൾ അവരുടെ ഒരു കഷ്ടപ്പാട് അവരുടെ മുഖത്ത് പ്രകടമാണ്. അവരുടെ മുഖത്ത് വരുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസ് എല്ലാം കാണുന്നതുണ്ടല്ലോ. ആ ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ അവസാനത്തെ റെപ്പ് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ട്രഗിൾ, യു നീഡ് ടു ഫൈൻഡ് യുവർ സ്ട്രെങ്ത് സം ഹൗ ടു ഫിനിഷ് ദാറ്റ് റെപ്പ് എന്ന രീതിയിലുള്ള ഒരു ചിന്ത നമ്മളിവിടെ കാണും. സോ ഓരോരുത്തരോടും ഈ ബലഹീനതയുടെയും ഭയത്തിൻ്റെയും അവസ്ഥയിൽ they need to dig deep to find their strength to move forward and do not fear. ഭയപ്പെടരുത് എന്നുള്ള കാര്യം ഇവിടെ യഹോവ പറയുന്നുണ്ട്. So that's one thing that Yahweh declares. Second, they have to complete the work that they started in 1 verse 14. 1-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അവർ ആരംഭിച്ചത് അവർ പൂർത്തീകരിക്കണം. Why should these people do what Yahweh declared when there is a threat of a backlash from the ruling government? ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമുണ്ട് അവിടെ. നേരത്തെ അവർ പണി തടസ്സപ്പെടുത്തി. ഇപ്പോഴും അങ്ങനെ ഒരു ഉത്തരവിൻ്റെ ഒരു ഭീഷണിയുണ്ട്. ആ ഭീഷണിയുടെ മുഖത്ത് യഹോവ കൽപ്പിച്ചത് എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം? That's the question in here. And that's where we find a few reasons in verse 5 to 8. ഇതിനോടുള്ള ബന്ധത്തിൽ 5-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ ചില കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 4-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം, അതുപോലെ തന്നെ 5-ാമത്തെ വാക്യം, For I am with you, declares the Lord of hosts. As for the promise which I cut with you when you came out of Egypt, my spirit is standing in your midst. Do not fear. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. Yahweh is with them. യഹോവ അവരുടെ കൂടെ ഉണ്ട്. See, this is the second time that such a phrase appears with them. ഇത് 2ാം തവണയാണ് യഹോവ ഈ കാര്യം പറയുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ തവണ എവിടെയായിരുന്നു? 1-ാമത്തെ അധ്യായം നോക്കിക്കേ, എന്നിട്ട് നിങ്ങൾ പറ.
ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ക്ലൂ തന്നു, ഇത് രണ്ടാം തവണയാണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ തവണ എവിടെയായിരുന്നു? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് 1-ാമത്തെ അധ്യായത്തിൽ ഏത് വാക്യത്തിലാണുള്ളത്? ഞാനിതെൻ്റെ ബൈബിളിൽ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 13-ാം വാക്യത്തിൽ. അപ്പോൾ ഇത് രണ്ടാം തവണയാണ് ഈ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത്. 1:13 ഇതേ പരാമർശം പറഞ്ഞപ്പോൾ വാട്ട് വാസ് ദി എയിം? ഇറ്റ് വാസ് സെറ്റ് ടു സ്ട്രെങ്തൻ ദം ഔട്ട് ഓഫ് ദർ ഡിസപ്പോയിൻമെന്റ് ഓഫ് നെഗ്ലക്റ്റിംഗ് ദെയർ വർക്ക്. ദൈവത്തിൻ്റെ ഈ കാര്യപരിപാടിയോടുള്ള ബന്ധത്തിൽ അവരുടെ അവഗണന, ആ അവഗണന സംഭവിച്ചു എന്നുള്ളതിൻ്റെ ദുഃഖത്തിൽ നിന്നും അവരെ ശക്തിപ്പെടുത്തി വെളിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അപ്പോൾ പറഞ്ഞത്. Now why is it said? Now it is said to strengthen and assure them of God's presence with them in the midst of the opposition trying to disrupt their obedience using government decrees. സർക്കാർ ഉത്തരവ് ഉപയോഗിച്ച് ഇവരുടെ എതിരാളികൾ ഇവരുടെ അനുസരണത്തെ തടസ്സപ്പെടുത്തുമ്പോൾ ആ ഒരു പ്രതികൂല സാഹചര്യത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ഇടയിലുണ്ട്. ഓക്കെ, ആ സാന്നിധ്യം അവരുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ബേസിസിൽ അവർക്ക് ശക്തി കിട്ടണം. Now verse 5, 5-ാമത്തെ വാക്യത്തിൽ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകം 24-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കണം. എക്സോഡസ് 24 verse 1-11 വായിക്കണ്ട, പക്ഷെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി. അവിടെ പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം മുതൽ 23-ാമത്തെ അധ്യായം വരെ ഇസ്രായേലിൻ്റെ ജീവിതവും അവർ കനാൻ ദേശത്തിൽ വന്നാൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞതിന് ശേഷം ഇസ്രായേൽ മക്കൾ എന്താണ് ചെയ്തത്? യഹോവ കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ അനുസരിക്കും, ചെയ്യും എന്ന് വാക്കാൽ അവർ പറഞ്ഞു. യഹോവ ഒരു രാജാവെന്ന നിലയിൽ തൻ്റെ ഉത്തരവ് തൻ്റെ ജനത്തോട് പറയുന്നു. ഈ ജനം അതിനോട് യെസ് എന്ന് പറയുന്നു. അപ്പോൾ യെസ് എന്ന് പറഞ്ഞതിന് ശേഷം ഇതെല്ലാം എഴുതി വെക്കുകയാണ് മോശ. ആഫ്റ്റർ റൈറ്റിംഗ് ദം ഡൗൺ, വാട്ട് ഡു വി സീ? അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഹോമയാഗവും സമാധാനയാഗവും യഹോവയ്ക്ക് അർപ്പിച്ചു. എന്നിട്ട് ഇതിൻ്റെ രക്തം എടുത്ത് ഈ ഉടമ്പടിയെ കൺഫേം ചെയ്തു. അതായത് ബലിപീഠത്തിൽ തളിച്ച് കുറച്ച് ജനത്തിൻ്റെ മേലും തളിച്ച് ഈ ഒരു ഉടമ്പടിയെ കൺഫേം ആക്കി. ഈ കൺഫർമേഷനാണ് ഹഗ്ഗായി 2:5 പറയുന്നത്. ആസ് ഫോർ ദ പ്രോമിസ് വിച്ച് ഐ കട്ട് വിത്ത് യു വെൻ യു കെയിം ഔട്ട് ഓഫ് ഈജിപ്റ്റ്. മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ ഉടമ്പടി ഞാൻ നിങ്ങളോട് ചെയ്തു. എങ്ങനെയാണ് ചെയ്തത്? ഒരു മൃഗത്തിൻ്റെ മരണം മൂലം ആ മൃഗത്തിൻ്റെ രക്തം ഇരുവശത്തും തളിച്ച് ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഹഗ്ഗായി എന്ന പ്രവാചകനിലൂടെ യഹോവ ഇവരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇവർ ദൈവത്തിൻ്റെ ജനമായി തീർന്ന ആ ഒരു ഘട്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. മിസ്രൈമിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന ആ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ദ മൊസൈക് കവനന്റ്. അവിടെ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം 25-ാമത്തെ അധ്യായത്തിൽ ഒരു സമാഗമന കൂടാരത്തിൻ്റെ പണിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ വാട്ട് ഡസ് ഹി സേ? ഹി വിൽ ഡ്വെൽ വിത്ത് ദം ത്രൂ ദ ടാബർനാക്കിൾ. അതായത് ദൈവം അവരോട് ഒരു ഉടമ്പടി ചെയ്യുന്നു. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഒരു സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിൽ ഇരുന്ന് ദൈവം അവരുടെ ഇടയിൽ വസിക്കും. ഹി വിൽ ഡ്വെൽ in their midst. Now God, through the presence, through the mention of His Spirit standing in their midst, reiterates His presence with the Israelites almost 900 years after the Mosaic covenant is made. ഈ സംഭവത്തിന് 900 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന മോശേക ന്യായപ്രമാണം അല്ലെങ്കിൽ ആ ഉടമ്പടിയിൽ ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവസാന്നിധ്യം അതിനെ ഓർമ്മിപ്പിച്ചാണ് ഇവരെയും ആശ്വസിപ്പിക്കുന്നത്. നോട്ടീസ് ദ പ്രസന്റ് ടെൻസ് ഓഫ് ദ വേർഡ് സ്റ്റാൻഡ് ഇൻ ഹിയർ. ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ മൈ സ്പിരിറ്റ് ഇസ് സ്റ്റാൻഡിങ് ഇൻ യുവർ മിഡ്സ്റ്റ്. ഇറ്റ്സ് നോട്ട് ഹി സ്റ്റുഡ്. എൻ്റെ ആത്മാവ് നിന്റെ കൂടെ നിന്നു എന്നുള്ളതല്ല.
എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. ഹീ ഈസ് സ്റ്റാൻഡിങ്, ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളത്. See, why is that so important? We need to note that God has not abandoned this nation in spite of repeated occurrences of apostasy that started with the golden calf incident and culminated in the 70 years of Babylonian exile. സ്വർണ്ണ കാളക്കുട്ടിയെ പണിഞ്ഞ സമയം മുതൽ പ്രവാസത്തിലേക്ക് പോയ 70 വർഷം, ഈ കാലഘട്ടം മുഴുവൻ ഒന്ന് പരിശോധിച്ചാൽ അനേകം പ്രാവശ്യം ഇസ്രായേൽ മക്കൾ വിശ്വാസത്യാഗം ചെയ്ത് അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നും വിട്ടുപോയി പാപത്തിൽ ജീവിച്ച അനേകം കാലഘട്ടങ്ങൾ ഇസ്രായേൽ ചരിത്രത്തിലുണ്ട്. ഇതെല്ലാം നടന്നതിന് ശേഷവും പിന്നെയും ദൈവം ഈ ദേശത്തെ കൈവിട്ടിട്ടില്ല. അന്നും കൈവിട്ടിട്ടില്ല, ഇന്നും കൈവിട്ടിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നത് 4-5. യാഹ്വേ ഈസ് വിത്ത് ദം. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ വല്ലപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നല്ല. ഹി വാസ് ദെയർ ഓൾ ദ ടൈം. ഇപ്പോഴും ഉണ്ട്, നേരത്തെയും ഉണ്ടായിരുന്നു. That's the thing that he is telling to them. ഇനി 6-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വായിച്ചേ. ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി കുറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. വെള്ളി എനിക്കുള്ളത്, പൊന്ന് എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. യെസ്, ഈ 3 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കാണുന്നത് ഇതാണ്. യാഹ്വേ പ്രൊവൈഡ്സ് ഫോർ ദം. യഹോവയുടെ സാന്നിധ്യം അവർക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ഭൗതിക ആവശ്യങ്ങളും യഹോവ നൽകുന്നു. ഇവിടെ 6-ാമത്തെ വാക്യത്തിൽ വൺസ് മോർ എന്നുള്ളൊരു പദപ്രയോഗം നിങ്ങൾ കാണുന്നുണ്ട്. So that tells us that there was a previous time in which the heavens and the earth were shaken. ഒരിക്കൽ കൂടി ഞാൻ ആകാശത്തെയും ഭൂമിയെയും കുലുക്കും എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പും അത് നടന്നിട്ടുണ്ട്. And when was that? Exodus 19. പുറപ്പാട് 19. അവിടെ സീനായ് പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടപ്പോൾ സീനായ് പർവ്വതം കുലുങ്ങിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനോടൊരു ഉടമ്പടിയിൽ പ്രവേശിച്ചപ്പോൾ പ്രകൃതിയിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ ഉണ്ടായിരുന്നു. Now what is he saying in here? I will shake. കുലുക്കും. 6-ാമത്തെയും 7-ാമത്തെ വാക്യത്തിൽ അതാണ് പറയുന്നത്. I will shake. ഈ കാര്യം ഇവിടെ പറയുമ്പോൾ ഇറ്റ് ഡസൻറ്റ് പ്രൈമറിലി ഇൻവോൾവ് ഫ്യൂച്ചർ ജഡ്ജ്മെൻറ്റ്. ഇവിടെ ഭാവിയിൽ സംഭവിക്കുന്ന ഒരു ന്യായവിധിയെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. കാര്യം ശരിയാണ്. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിലെ ഈ ഭാഗം എടുത്ത് ഭാവിയിലുള്ളൊരു ന്യായവിധിയെ പറ്റി എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്. ഓക്കെ. എന്നാൽ ഹഗ്ഗായി ഇത് എഴുതുമ്പോൾ ഒരു ഭാവിയിൽ നടക്കുന്ന ഒരു ന്യായവിധിയുടെ കാര്യമല്ല ഇവിടെ എഴുതുന്നത്. ഇതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ഇവിടെ പ്രശ്നം എന്താ? മന്ദിരം പണിയാനുള്ള ധൈര്യം ഇവർക്കില്ല. അതിന് ഭാവിയിൽ ന്യായവിധിയെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? സോ കോണ്ടെക്സ്റ്റ് നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിൽ കീപ്പ് ചെയ്യുക. ഹിയർ ഇറ്റ് ടോക്സ് അബൌട്ട് ഗോഡ്സ് ഇമ്മീഡിയറ്റ് പ്രൊവിഷൻ ഫോർ ദ വർക്ക് അറ്റ് ഹാൻഡ്. ഇവർക്ക് ഇപ്പോൾ ചെയ്തു തീർക്കേണ്ട ജോലി ഇവർക്ക് ചെയ്തു തീർക്കണമെങ്കിൽ അതിനുള്ള മതിയായ റിസോഴ്സസ്, കാര്യങ്ങൾ വേണം. Israel must always remember that all of what is in the heavenly and the earthly realms, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ ആകാശവും ഭൂമിയും സമുദ്രവും നിലവും എല്ലാം, ഇറ്റ് ഈസ് ഓൾ അണ്ടർ ഗോഡ്സ് കൺട്രോൾ. അതെല്ലാം ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ്, നിയന്ത്രണത്തിൻ്റെ കീഴിലാണ്. വൈ? ബിക്കോസ് ഹീ ഈസ് ദ വൺ ഹു മെയ്ഡ് ഓൾ ഓഫ് ദീസ് തിങ്സ്. ഇതെല്ലാം ഉണ്ടാക്കിയത് ദൈവമാണ്. Now as seen in verse 7, 7-ാമത്തെ വാക്യത്തിൽ നാം എന്താ കാണുന്നത്? എല്ലാ രാജ്യങ്ങളും തൻ്റെ സർവാധികാരത്തിന് കീഴിലാണ്. കാരണം ഉൽപ്പത്തി 11 ഈ രാജ്യങ്ങളെ ചിതറിച്ചതാരാ? ഭാഷ കലക്കി ചിതറിച്ചതാരാ? യഹോവയാണ്. ഓക്കെ. God also changes times and seasons, removes and establishes kings. ദൈവം കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നവനാണ്, രാജാക്കന്മാരെ വാഴിക്കുകയും നീക്കം ചെയ്യുന്നവനുമാണ്. ദാനിയേൽ 2:21. സോ ഹി ഈസ് ഇൻ കൺട്രോൾ ആൻഡ് ഗോഡ് വിൽ ഷേക്ക് ഓൾ ദ നേഷൻസ്. എല്ലാ ജാതികളെയും കുലുക്കും.
and it will result in those nations coming with their desirable things. ഈ കുലുക്കുന്നതിലൂടെ ഈ ദേശങ്ങളിലുള്ള ആൾക്കാരെല്ലാം അവർക്ക് വിലയേറിയ കാര്യങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ മന്ദിരത്തിൻ്റെ പണിക്ക് പൂർത്തീകരണം വരുത്തുവാൻ ദൈവം ജാതികളെ ഉപയോഗിച്ച് ഇത് പൂർത്തീകരിക്കും. എസ്ര 6. നമുക്ക് തിരിച്ചങ്ങോട്ട് പോവാം. എസ്രയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം. അപ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ ദാര്യാവേശിനൊരു കത്ത് പോയി എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ആ കത്തിൻ്റെ മറുപടിയാണ് 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നമ്മളൊന്നും വായിക്കുന്നില്ല, അതിൻ്റെ ഉള്ളടക്കം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക. King Darius issued a decree and searched for the permission that Cyrus gave to rebuild the temple. ഒരു ഉത്തരവ് ഇറക്കി ദാര്യാവേശ് രാജാവ് ഒരു അന്വേഷണം നടത്തുകയാണ്. കോരേശ് രാജാവ് ഈ മന്ദിരത്തിനോടുള്ള ബന്ധത്തിൽ അനുമതി കൊടുത്തിരുന്നോ എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണം. ആ അന്വേഷണത്തിൻ്റെ ഒടുവിൽ കോരേശ് അങ്ങനൊരു അനുമതി കൊടുത്തിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം 6-ാമത്തെ വാക്യം, 6-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, 5-ാമത്തെ അധ്യായത്തിൻ്റെ 3 പ്രശ്നമുണ്ടാക്കിയവരോട് ദാര്യാവേശ് രാജാവിൻ്റെ കത്തിൽ എന്താ പറയുന്നത്? 6-ന്റെ 6 നോക്കിക്കേ, വായിച്ചു. നിങ്ങൾക്കും നദിക്ക് അക്കരെയുള്ള അഫസ്യരായ നിങ്ങളുടെ കൂട്ടക്കാർക്കും അവിടെ നിന്ന് അകന്നു നിൽക്കാൻ. അവരോടെന്താ പറയുന്നത്? അകന്ന് നിൽക്കണം. നേരത്തെ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ആൾക്കാരോട് ഇപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ കാരണം മനുഷ്യരിൽ നിന്നുമുള്ളൊരു ചക്രവർത്തി ഇപ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അവിടെ നിന്ന് മാറി നിന്നാൽ മതി. കണ്ടോ ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി? See how God is working in here. See, this is the effect of God shaking His creation and all the nations. സകല ദേശങ്ങളെയും പിടിച്ചു കുലുക്കി എന്ന് പറയുമ്പോൾ അത് കേവലം ആലങ്കാരികമായിട്ട് പറയുന്നൊരു കാര്യമല്ല. കാരണം പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴിലാണ് ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും. അപ്പോൾ സകല ദേശത്തിൻ്റെയും അധികാരം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? മാനുഷികമായിട്ട് നോക്കിയാൽ ദാര്യാവേശ് രാജാവിൻ്റെ കയ്യിലാണ്. ആ ദാര്യാവേശ് രാജാവിനെ കൊണ്ടാണ് ഇത് പറയിപ്പിക്കുന്നത് ദൈവം. അങ്ങനെയാണ് സകല ദേശത്തിൻ്റെയും അധിപനായി ഇപ്പോൾ നിൽക്കുന്ന ആളെ പിടിച്ചു കുലുക്കി ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. This is the effect of God shaking His creation and all the nations. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. 6-ാമത്തെ അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ഈ ദൈവാലയം പണിയേണ്ടതിന് നിങ്ങൾ യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ചെയ്യേണ്ടുന്നതിനെ കുറിച്ച് ഞാൻ കൽപ്പിക്കുന്നത് എന്തെന്നാൽ നദിക്ക് അക്കരെ ഇരിക്കുന്ന പരമായ രാജാവിൻ്റെ മുതലിൽ നിന്ന് ആ ആളുകൾക്ക് കാലതാമസം കൂടാതെ കൃത്യമായി ചെലവ് കൊടുക്കേണ്ടതാകും. അവർ സ്വർഗത്തിലെ ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗം അർപ്പിക്കേണ്ടതിനും രാജാവിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനും സ്വർഗത്തിലെ ദൈവത്തിന് ഹോമയാഗം കഴിക്കാൻ അവർക്ക് ആവശ്യമുള്ള കാളക്കിടാക്കൾ, ആട്ടുകൊറ്റന്മാർ, കുഞ്ഞാടുകൾ, ഗോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ എന്നിവയും യെരൂശലേമിലെ പുരോഹിതന്മാർ പറയും പോലെ ദിനംപ്രതി കുറവ് കൂടാതെ കൊടുക്കേണ്ടതാകും. അപ്പോൾ ഈ 3 വാക്യം വായിച്ചു നോക്കിയാൽ കുറവില്ലാതെ പെട്ടെന്ന് തന്നെ താമസിക്കാതെ സർക്കാർ ചെലവിൽ വേണം ഈ മന്ദിരത്തിൻ്റെ പണി മുഴുവൻ പൂർത്തീകരിക്കാൻ. അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, അതായത് കാളക്കിടാക്കൾ, കോലാട്, ആട്, കുഞ്ഞാടുകൾ, ഗോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ മുതലേ അവരെന്ത് പറയുന്നു അതെല്ലാം സർക്കാർ ചെലവിൽ കൊടുത്തിരിക്കണം. ബാക്കി എല്ലാ രാജ്യങ്ങളും ടാക്സ് തരുന്നുണ്ട്. ആ ടാക്സിൽ നിന്നും വേണം ഇവർക്കിതെല്ലാം സപ്ലൈ ചെയ്യാൻ. ഇതാരും അനുസരിച്ചില്ലെങ്കിലോ? അതാണ് 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആരെങ്കിലും ഈ കൽപ്പന മാറ്റിയാൽ അവന്റെ വീടിന്റെ ഒരു ഉത്തരം വലിച്ചെടുത്ത് നാട്ടി അതിന്മേൽ അവനെ തൂക്കിക്കളയും. അവന്റെ വീട് അതിനിമിത്തം ഉപ്പക്കുന്ന് ആക്കിക്കളയുകയും വേണമെന്നും ഞാൻ കൽപ്പന കൊടുക്കുന്നു.
അപ്പോൾ ആരെങ്കിലും ഇത് അനുസരിക്കാതിരുന്നാൽ അവരെ ഫിനിഷ് ചെയ്ത് കളയും, കൊന്നുകളയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അവർ ഈ കാര്യത്തിൽ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കണം. ശത്രുക്കളെ കൊണ്ടാണ് ദൈവം ഇത് ചെയ്യിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. The Lord declares in Haggai, the silver is mine, the gold is mine. വെള്ളി എൻ്റേതാണ്, പൊന്നും എൻ്റേതാണ്. ശരിയാണ്, ഇതിപ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ട്രഷറിയിൽ നിന്നുമാണ് ഇത് കൊടുക്കുന്നതെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനാരാണ്? ദൈവമാണ്. Being the ultimate owner of the wealth of all nations, God continues to richly provide for His people regarding the temple even after the temple construction is done. ഈ മന്ദിരത്തിൻ്റെ പണി പൂർത്തിയായതിനു ശേഷവും പിന്നെയും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ട്രഷറിയിൽ നിന്നും അവർക്ക് വേണ്ടത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് 7-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതൽ 17 വരെ നമ്മൾ കാണുന്നത്. വായിക്കേണ്ട, പക്ഷേ നിങ്ങളുടെ അറിവിലേക്ക് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, പഠിച്ചതിന് ശേഷവും ട്രഷറിയിൽ നിന്ന് ഇങ്ങനെ ഇവർക്കായിട്ട് പൈസ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ദൈവം എത്ര മഹത്വപരമായിട്ടാണ് ഇവരുടെ ഈ ആവശ്യത്തെ, ഈ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ കൂടി ഇവരെ പോറ്റുന്നത്, അല്ലെങ്കിൽ അവരുടെ ഈ ആവശ്യത്തിന് ധൈര്യം നൽകുന്നത്. കേവലം വാക്കാലല്ല, അത് പ്രവൃത്തിയിലും ദൈവം കൊണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് 2-ാമത്തെ അധ്യായം ഹഗ്ഗയിലേക്ക് തിരിച്ചു വരാം. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത്, അതുപോലെ തന്നെ 9-ാമത്തെ വാക്യത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? The perfect outcome of God's intervention to embolden His people. ദൈവത്തിൻ്റെ ജനത്തിനെ ധൈര്യപ്പെടുത്തിയതിന് ശേഷമുള്ള ശരിയായ അല്ലെങ്കിൽ ഉത്തമമായിട്ടുള്ള പരിണിതഫലം, ഔട്ട്കം, ഗ്ലോറി ആൻഡ് പീസ്, മഹത്വവും സമാധാനവും, ദൈവത്തിൻ്റെ സാന്നിധ്യവും, ദൈവം അവർക്ക് കരുതിയതിൻ്റെയും പരിണിതഫലം എന്താണ്? God will fill this house with glory that surpasses the former glory that Solomon's temple possessed. നേരത്തെ ഇവർക്കൊരു ആകൃതി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞങ്ങൾ ഈ പണിയാൻ പോകുന്ന ഭവനം അതിൻ്റെ മഹത്വം പഴയതിലും വെച്ച് എത്രയോ കുറവായിരിക്കും എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നെങ്കിൽ ആ പേടിയും അവർക്ക് മാറി. പഴയ മന്ദിരത്തിനേക്കാൾ കൂടുതൽ മഹത്വം അവർക്കിവിടെ ലഭ്യമാവുന്നുണ്ട്. Now the ultimate fulfillment of this passage demands a wider view of redemptive history. നമ്മൾ ഈ ഭാഗം പ്രത്യേകിച്ച് 7 മുതൽ 7ഉം 9ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു വീക്ഷണത്തിൽ വേണം നമ്മളിതിനെ കാണാൻ. കാരണം എസെക്കിയേൽ ഈ ഒരു മന്ദിരത്തെ വിഭാവന ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എസെക്കിയേൽ 47-ൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കുന്നത്, this is a temple that becomes the source of healing. രോഗസൗഖ്യത്തിൻ്റെ ഒരു ഉറവിടമായിട്ടാണ് ഈ മന്ദിരം ഇനി ഫങ്ഷൻ ചെയ്യാൻ പോകുന്നത്. ഇതേ കാര്യം തന്നെയാണ് വെളിപ്പാട് പുസ്തകം 22-ൻ്റെ 2-ലും അവിടെ പറയുന്നത്. സകല ദേശത്തിൻ്റെയും സൗഖ്യത്തിനായിട്ട് മന്ദിരത്തിൽ നിന്നും വെള്ളം ഒഴുകുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. സോ ദാറ്റ് അഷ്യൂർസ് ഗോഡ്സ് ഗ്ലോറി കംപ്ലീറ്റ്ലി. ഈ മന്ദിരം ഇത് ഭാവി കാലത്തിൻ്റെ ഒരു പ്രവചനം എന്ന നിലയിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിലൊക്കെയും നിറയും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നമ്മളിവിടെ കാണുന്നത്. ഓൾസോ Yahweh of hosts declares that he will give peace in this place. ഈ സ്ഥലത്ത് യഹോവ തൻ്റെ സമാധാനത്തെ കൊടുക്കും. Now peace in this context refers to the wholeness, well-being, prosperity and right relationship. സമാധാനം എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് പൂർണ്ണത, സുരക്ഷ, സമൃദ്ധി, ശരിയായ ബന്ധം, ദൈവത്തോടുള്ള ശരിയായ ബന്ധം എന്നീ കാര്യങ്ങളാണ്. സോ അൾട്ടിമേറ്റ്ലി the greater glory and peace is fulfilled through the Prince of Peace. സമാധാന പ്രഭുവിലൂടെയാണ് മഹത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പൂർണ്ണത നമുക്ക് ലഭ്യമാകുന്നത്. and that is Jesus Christ. അപ്പോൾ ഈ ഭാഗത്തു നിന്നും നമുക്ക് പഠിക്കേണ്ട 4 ലെസൺസ് നമുക്ക് വേഗത്തിൽ നോക്കിയിട്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ലെസൺ നമ്പർ 1, God has intervened in our lives when we for a sustained time neglected giving priority to God and glorifying Him. നമ്മൾ കുറേ കാലത്തേക്ക് ദൈവം
പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെയും ദൈവത്തിന് മഹത്വം കൊടുക്കാതെയും നാം പല സമയങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുമുണ്ട്. ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുമുണ്ട്. നമ്മളെ തൻ്റെ വചനത്താലും തൻ്റെ ദൈവദാസന്മാരിൽ കൂടെയും മറ്റ് പല വഴികളിൽ കൂടെ നമ്മളെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. He has sanctified us through various means. But our flesh, which has not been redeemed as yet, and the world, which is still in sin, battle against the good desires that God has planted in our hearts. And that battle causes us to despair, fear, and be weak. നമ്മളുടെ ആത്മരക്ഷ നടന്നിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ ശരീരം ഇപ്പോഴും പഴയത് തന്നെയാണ്. ലോകം മാറിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മാറാത്ത ശരീരവും മാറാത്ത ലോകവും പലപ്പോഴും ദൈവം നമ്മുടെ ഹൃദയത്തിൽ ആക്കി വെച്ചിരിക്കുന്ന നല്ല ആഗ്രഹങ്ങൾക്ക് എതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പോരാട്ടം നമ്മൾ ഡെയിലി ലൈഫിൽ അനുഭവിക്കുമ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ ഭീതിയും ബലഹീനതയും ഭയവുമാണ് ഉളവാക്കുന്നത്. ആൻഡ് വി കണ്ടംപ്ലേറ്റ് ഗോയിങ് ബാക്ക് ടു ദോസ് മൊമെന്റ്സ് ഓഫ് സ്പിരിച്വൽ വീക്ക്നെസ്. ഇങ്ങനൊരു പ്രഷർ, ഒരു സമ്മർദ്ദം വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഈ പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ പഴയ ജീവിതത്തിലേക്ക് ഒന്ന് മടങ്ങിപ്പോയാലോ എന്ന് വരെ തോന്നിപ്പോകുന്ന പല നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വന്നേക്കാം. Such a despair is absent when we continue in our negligence to God. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാത്തടത്തോളം കാലം നമുക്കിതൊരു പോരാട്ടമേ അല്ല. പോരാടുന്നതാരാ? ദൈവത്തിനോട് ആഗ്രഹമുള്ളവരാണ് ലോകത്തിനോട് പോരാടുന്നത്. ലോകത്തിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാർക്ക് ഇതൊരു പോരാട്ടമേ അല്ല. അതാണ് ഞാനിവിടെ പറഞ്ഞത്. So as the worldly pressures overwhelm us and pull us back, God reminds us of the aim of our salvation. ലോകത്തിൻ്റെ സമ്മർദ്ദം നമ്മളെ പ്രയാസത്തിലാക്കുകയും നമ്മളെ പുറകിലോട്ട് വലിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളുടെ രക്ഷയുടെ ഉദ്ദേശത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. And what is that? Our conforming to the image of His Son. പുത്രൻ്റെ സ്വരൂപത്തിനോട് അനുരൂപരായി തീരുക എന്നുള്ളതാണ് നമ്മളുടെ രക്ഷയുടെ ഉദ്ദേശം. ആ കാര്യം ദൈവം നമ്മളെ പിന്നെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. And that is what we need to aspire to. അതാണ് നമ്മൾ എത്താൻ ആഗ്രഹിക്കേണ്ട കാര്യം. See, God doesn't want us to be held captive by whatever holds us back from glorifying or obeying God. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരുപാട് കാര്യങ്ങളുടെ ഉള്ളിൽ അടിമത്തത്തിൽ തുടർന്നുകൊണ്ട് പോകാനല്ല ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. For us, okay, God ensures that His glory will come to pass. തൻ്റെ മഹത്വം നിവൃത്തിയാകുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം. For us, it means that we are becoming like His Son. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണത എവിടെ എത്തി നിൽക്കുന്നതെന്നറിയാം? നമ്മൾ തൻ്റെ പുത്രനോട് അനുരൂപരാകുമ്പോഴാണ്. To ensure that He strengthens us with His unchanging presence and relationship. മാറാത്ത ദൈവസാന്നിധ്യത്തിൻ്റെ കാര്യത്തിൽ, മാറാത്ത ദൈവബന്ധത്തിൻ്റെ കാര്യവും നമ്മളെ ഓർമ്മപ്പെടുത്തി നമ്മളെ ധൈര്യപ്പെടുത്തും, ശക്തിപ്പെടുത്തും ദൈവം. He assures us that He will never leave us nor forsake us, just as He never left us earlier when He could have. നമ്മൾ പുറകിലോട്ട് ചിന്തിച്ചു നോക്കിയാൽ നമ്മളുടെ ജീവിതങ്ങളിൽ പല പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ ഇട്ടേച്ച് പോകാം. പക്ഷെ അന്ന് നമ്മളെ ഇട്ടേച്ച് പോയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഇട്ടേച്ച് ദൈവം ഇപ്പോഴും പോകത്തില്ല, നമ്മളെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. He who called us is faithful. വിളിച്ചവൻ വിശ്വസ്തനാണ്. He will do it. അതവൻ ചെയ്തിരിക്കും. ദൈവം നമ്മളെ രക്ഷിച്ചുവെങ്കിൽ അവൻ നമ്മളെ തേജസ്സിലേക്ക് നയിച്ചിരിക്കും. Because He who began a good work will finish it on the day of His Son. അവൻ ഒരു നല്ല വേല ആരംഭിച്ചാൽ അത് അവസാന നാളിലത് പൂർത്തീകരിച്ചിരിക്കും. He won't leave me halfway. So if you are struggling with prioritizing God, if you are struggling with sin, don't give up because God never gave up on you. നിങ്ങൾ പാപത്തോട് പോരാടുന്നുവെങ്കിൽ, നിങ്ങൾ പാപത്താൽ വലയപ്പെട്ടു പോകുന്നുവെങ്കിൽ
നിങ്ങൾക്ക് അധൈര്യപ്പെടേണ്ട കാര്യമില്ല, അത് തോറ്റു പോകേണ്ട കാര്യമില്ല. കാരണം ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. വി നീഡ് ടു ബി സ്ട്രോങ് ആൻഡ് കണ്ടിന്യൂ പ്രയോറിറ്റൈസിങ് ഗോഡ്. ദൈവത്തിന് മുൻഗണന കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ തുടർന്ന് പോകണം. ബലപ്പെട്ട് എത്രത്തോളം നമ്മളുടെ ശക്തിയെ ആർജിച്ചെടുക്കാമോ അത് ചെയ്തിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനാൽ. ഓൾസോ ഹി സൂപ്പർനാച്ചുറലി പ്രൊവൈഡ്സ് വാട്ട് എവർ വി നീഡ് ടു പ്രയോറിറ്റൈസ് ആൻഡ് ഗ്ലോറിഫൈ ഹിം. ദൈവത്തിന് മുൻഗണന കൊടുക്കുന്ന കാര്യത്തിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യത്തിലും നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് സൂപ്പർ നാച്ചുറലായിട്ട് നമുക്ക് ദൈവം നൽകിയിരിക്കും. ഇതൊക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നതെന്ന് ആ സമയത്ത് നമുക്ക് ആശ്ചര്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു കാര്യത്തോട് നോ പറയാനും ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുവാനും എന്നുള്ള കാര്യം, അത് ആ ക്ഷണത്തിൽ നമുക്ക് വളരെ മടുപ്പ് തോന്നിയാലും എവിടെ നിന്നോ നമുക്കൊരു ദൈവത്തിൻ്റെ സഹായം ലഭിക്കും. ആൻഡ് ഓൾ ഓഫ് ദോസ് റിസോഴ്സസ് ആർ ഹിസ്. എല്ലാ കാര്യങ്ങളും ദൈവം അതിലേക്കായിട്ട് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്നും മാത്രമാണ്. ആൻഡ് ഹി വിൽ എൻഷുർ ദാറ്റ് ഹി വിൽ കംപ്ലീറ്റ് ദ ഗുഡ് വർക്ക് ദാറ്റ് ഹി ബിഗാൻ ഇൻ us. കർത്താവിൻ്റെ രണ്ടാം വരവിൽ നമ്മൾ കുറ്റം കൂടാതെ നിൽക്കുവാൻ ദൈവം എല്ലാം ചെയ്തിരിക്കും. സെക്കൻഡ് തിങ്, ഇസ്രായേൽസ് വിൽഫുൾ സിൻ led to the departure of God's glory from the temple. ഇസ്രായേൽ മനഃപൂർവ്വമായിട്ട് പാപം ചെയ്തപ്പോൾ മന്ദിരത്തിൽ നിന്നും ദൈവത്തിൻ്റെ മഹത്വം പോയി. അതിനുശേഷം മന്ദിരത്തിൻ്റെ നാശം നടന്നു. എന്നാൽ ദൈവം ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ മന്ദിരത്തിൻ്റെ പുനർനിർമ്മാണം ആക്കി വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ പോയ മഹിമ ദൈവജനത്തിൻ്റെ ഇടയിൽ വസിക്കാനായിട്ട്. അങ്ങനെ ആ പോയ മഹിമ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ പരിണതഫലം എന്താണ്? അനുസരണം. അനുസരണക്കേട് നിമിത്തം മഹിമ പോയി, മന്ദിരം പോയി. മന്ദിരം വരുമ്പോൾ ദൈവസാന്നിധ്യം വരുന്നു, അനുസരണം വരുന്നു. ഈ ഒരു പാറ്റേൺ ABCCBA എന്നുള്ള ഒരു പാറ്റേണിൽ വേണം നമ്മളിതിനെ കാണാൻ. സോ ദിസ് ഇസ് എ മിറർ ഇമേജ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ ഒരു നേർ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. Our sin led to an irreconcilable separation from God. നമ്മൾ പാപം ചെയ്തപ്പോൾ ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ദൈവത്തോട് അകന്നുപോയി. ആൻഡ് വി ഫെൽ ഷോർട്ട് ഓഫ് ഹിസ് ഗ്ലോറി. ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിന്നും നമ്മൾ വീണുപോയി. എന്നാൽ നമ്മളോടുള്ള സ്നേഹം നിമിത്തം നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ പുത്രനെ അയച്ചു നമ്മളുടെ ഇടയിൽ പാർക്കാൻ. ആൻഡ് വാട്ട്സ് ദ റീസൺ ഫോർ ദാറ്റ്? സോ ദാറ്റ് വി ക്യാൻ ഹാവ് എ പെർഫെക്റ്റ് വിഷൻ ഓഫ് ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ശരിയായ ഒരു ദർശനം ലഭിക്കാനാണ് നമുക്ക് ദൈവത്തിൻ്റെ പുത്രൻ്റെ വരവ് ഈ ലോകത്ത് ആയിരിക്കുന്നത്. ആൻഡ് ദ വേർഡ് ബിക്കേം ഫ്ലെഷ് ആൻഡ് ഡ്വെൽറ്റ് അമംഗ് us and we beheld his glory. John 1:14. യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്ന് നമ്മളുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ മഹത്വത്തെ കണ്ടു. ബൈ ഹിസ് റൈച്ചസ് ലൈഫ്, തൻ്റെ വിശുദ്ധ ജീവിതം, നീതി നിറഞ്ഞ ജീവിത നിമിത്തം, മരണ നിമിത്തം, പുനരുത്ഥാന നിമിത്തം ദൈവത്തിൻ്റെ സമാധാനവും സ്വർഗത്തിൻ്റെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാനുള്ള എല്ലാ വഴികളും യേശു നമുക്കായിട്ട് തുറന്നു തന്നു. അവനോട് ഏകീഭവിച്ചതിന് ശേഷം നമ്മൾക്കൊരു നിരപ്പ് ദൈവത്തോടുണ്ടായി. ആ നിരപ്പ് നിമിത്തം നമുക്കിപ്പോൾ എന്താ ഉണ്ടാവുന്നത്? ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്കായിട്ട് ഒരുക്കിയ സൽപ്രവൃത്തികളിൽ നമ്മൾ നടക്കുവാൻ. അപ്പോൾ അനുസരണക്കേട് നിമിത്തം ബന്ധം നഷ്ടപ്പെട്ടു. യേശു ബന്ധം പുനഃസ്ഥാപിച്ചു. ഇനി എന്താണ് വരേണ്ടത്? അനുസരണം. അനുസരണക്കേട് ലെഡ് ടു ലോസ് ഓഫ് റിലേഷൻഷിപ്പ്. ജീസസ് റിസ്റ്റോഴ്സ് ദ റിലേഷൻഷിപ്പ് ആൻഡ് നോ വാട്ട് ഷുഡ് കം? ഗുഡ് വർക്ക്സ്. സൽപ്രവൃത്തികൾ വന്നിരിക്കണം. ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഒരു പാരലൽ. ഇത് വരണമെങ്കിൽ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കണം. ഓൺലി ദെൻ ഡു വി ഷെയർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ ഓൾ ഇറ്റ്സ് ഫുൾനെസ്. സുവിശേഷത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് വന്നാൽ മാത്രമേ ഒരു വ്യക്തി ദൈവ തേജസ്സിൻ്റെ അംശിയായി തീരത്തുള്ളൂ. മേ ഗോഡ് ഹെൽപ്പ് us in doing so. ലെസൺ നമ്പർ 3. ഇവിടെ കൂടുതലും ദൈവം ഹഗ്ഗായിനോട് സംസാരിക്കുന്നത് പ്രായമായുള്ളവരോടാണ്. മൊത്തത്തിൽ എല്ലാവരോടും ആണെങ്കിലും കോൺവെർസേഷൻ കൂടുതൽ ടാർഗറ്റ് ചെയ്തത് പ്രായമായുള്ളവരോടാണ്. സോ ഇൻ റെസ്റ്റോറിങ് എനി കോൺഗ്രിഗേഷൻ ദാറ്റ് ഹസ് erred from God's ways, God first seeks the turnaround of the older people in prioritizing God, so that such a turnaround would become the catalyst
for those who are younger in faith to turn around and prioritize God. തെറ്റിപ്പോകുന്ന ഒരു സമൂഹത്തിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ അതിൻ്റെ ആദ്യ പടി എന്നവണ്ണം ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ആ തെറ്റിപ്പോയ സമൂഹത്തിൽ പ്രായമുള്ള ആൾക്കാർ ദൈവത്തിന് മുൻഗണന കൊടുക്കാനാണ്. അവർ അങ്ങനൊരു മുൻഗണന കൊടുത്തു വരുമ്പോൾ പ്രായത്തിൽ കുറവുള്ള ആൾക്കാർക്ക് ദൈവത്തിന് പരിഗണന കൊടുക്കുവാനുള്ള ഒരു പ്രചോദനമായിട്ടത് മാറുന്നുണ്ട്. നമുക്ക് വേറെ എവിടെയും പോകണ്ട. യോനയുടെ പുസ്തകത്തിൽ നിനവെ മാനസാന്തരപ്പെടുന്നു. പക്ഷേ ആ മാനസാന്തരത്തിൻ്റെ ആദ്യ പടി വരുന്നത് എവിടെയാണെന്നറിയോ? രാജാവ് തൻ്റെ സിംഹാസനത്തിൽ നിന്നും എണീറ്റപ്പോഴാണ് നിനവെ പട്ടണം മാനസാന്തരപ്പെട്ടത്. See, repentance or any change doesn't start from bottom to top. It starts from top to bottom. ഒരു സമൂഹത്തിൻ്റെ മാറ്റം എപ്പോഴും തുടങ്ങുന്നത് അടിത്തട്ടിൽ നിന്നുമല്ല, അത് അതിൻ്റെ നേതാക്കന്മാരിൽ നിന്നും അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്നുമാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സിദ്ധാന്തം നമ്മളിവിടെ കാണുകയും നമ്മളത് ഗ്രഹിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ചില കുടുംബങ്ങളിൽ മക്കൾ വഴിതെറ്റിപ്പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പാപത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ ഒരു വലിയ ചോദ്യചിഹ്നമുള്ളത്, ഹൗ ഇസ് ദ പേരൻസ് വാക്ക് വിത്ത് ഗോഡ് എന്നുള്ളത്. എൻ്റെ മക്കൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൂല കാരണം ചിലപ്പോൾ എൻ്റെ അനുസരണക്കേടായിരിക്കും. അപ്പോൾ അവർ നല്ല വഴിക്ക് പോകണമെങ്കിൽ ഈ ലോകത്ത് ഒരു കാര്യത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷേ ഒരു ശ്രമം എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാനിത് പറയാം. അവർ ദൈവത്തിനോട് പ്രയോറിറ്റി കൊടുക്കണമെങ്കിൽ ആ പ്രയോറിറ്റി ആദ്യം കാണേണ്ടത് എന്നിലാണ്. എങ്കിലേ ഞാൻ പറയുന്ന ഈ കാര്യം അവർ കേൾക്കത്തുള്ളൂ. ദാറ്റ്സ് എ ഫാക്റ്റ്. അതാണ് ഞാനിവിടെ കുടുംബത്തോടുള്ള ബന്ധത്തിലും സഭയോടുള്ള ബന്ധത്തിലും പറയുന്ന കാര്യം. നൗ ഫോർത്ത്, when God provides us his resources that we need to glorify him, be sure to use that for obeying God and not to fuel your sin. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ദൈവം ആരോഗ്യവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് തരുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യങ്ങൾക്കായിട്ടത് വിനിയോഗിക്കണം, അല്ലാതെ നമ്മളുടെ പാപത്തിൽ തുടരാൻ വേണ്ടിയിട്ടാകരുത്. So use those things to aim for God's glory and give importance to him. ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുവാനും ദൈവം നൽകുന്ന ഈ ദാനങ്ങളെ ദൈവത്തിനായിട്ട് ഉപയോഗിക്കാം. And the next time, God willing, when we meet, നമുക്ക് 2-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം മുതൽ 19-ാം വാക്യം വരെ നമുക്ക് അടുത്ത ആഴ്ച ശ്രദ്ധിക്കാം. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുവാനാകട്ടെ.